നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയെ തകർത്തെറിഞ്ഞ് ഇരട്ട ഭൂകമ്പം ഉണ്ടായത്. ഇതുവരെ അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ജീവൻ നഷ്ടമായത് 235 പേർക്കാണെന്നാണ് അറിയാൻ സാധിച്ചത്. 235 മൃതദേഹങ്ങളാണ് ഭൂകമ്പം നടന്നിട്ടുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 200-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അധികൃതരുടെ നിഗമനം. 4300 പേർക്ക് പരിക്കേറ്റതായും ചിലരുടേത് ഗുരുതരമാണെന്നും ആരോഗ്യമന്ത്രി കാർലോസ് അൽവറാഡോ വ്യക്തമാക്കി. ഒരു നൂറ്റാണ്ടിനിടെ വെനസ്വേല നേരിട്ട ഏറ്റവും വലിയ ഭൂകമ്പമാണ് 7.5 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തേത്. രാജ്യ തലസ്ഥാനമായ കാരക്കാസിലും തൊട്ടടുത്തുള്ള തുറമുഖ നഗരമായ ലാ ഗൊയറയിലും പലരെയും കാണാനില്ല. ഇവർ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഉണ്ടാകുമോ എന്നതാണ് സംശയം. ഇപ്പോഴും അവശിഷ്ടങ്ങൾ നീക്കി ജനങ്ങളെ രക്ഷിക്കുന്നത് തുടരുകയാണ്. രാജ്യത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ സുരക്ഷാ സേനയും അമേരിക്ക വിന്യസിച്ചു. എന്നാൽ ഇവർ വെനസ്വേലയിൽ എത്തിച്ചേർന്നിട്ടില്ല. എപ്പോൾ എത്തുമെന്നും വ്യക്തതയില്ല. ഭൂകമ്പ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിദേശ സഹായങ്ങൾ പ്രവഹിക്കുകയാണ്. കുട്ടികളടക്കം രാജ്യത്ത് കടുത്ത ദുരിതത്തിലായി. പലർക്കും പോകാൻ ഇടമില്ലാതെ തെരുവിലായി. രാഷ്ട്രീയ സാമ്പത്തിക തകർച്ചയിൽ രാജ്യം പൊറുതിമുട്ടുമ്പോഴാണ് പ്രകൃതി ദുരന്തമുണ്ടായത്. സെക്കൻഡുകളുടെ ഇടവേളയിലാണ് വെനസ്വേലയെ വിറപ്പിച്ച ഇരട്ട ഭൂകമ്പമുണ്ടായത്. 30-ലേറെ തുടർ ചലനങ്ങൾ ഉണ്ടായതോടെ ജനങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ അഭയം തേടി. ഇന്നലെ ഇന്ത്യൻ സമയം പുലർച്ചെ 3:34 പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ട് 6:04 റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂകമ്പം. 39 സെക്കൻഡുകൾക്ക് ശേഷം 7.5 തീവ്രതയിൽ രണ്ടാമത്തെ ഭൂകമ്പം. പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ കുലുങ്ങി. കെട്ടിടങ്ങൾ നിലം പതിച്ചു. കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ടയിലും വടക്കൻ ബ്രസീലിലും പ്രകമ്പനമുണ്ടായി. രാജ്യത്തെ മുഴുവൻ രക്ഷാസംഘങ്ങളെയും ലാ ഗൊയറയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വെനസ്വേലൻ ഭരണകൂടം. ഭൂചലനത്തെ തുടർന്ന് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തകർന്ന ആശുപത്രികൾക്കും വീടുകൾക്കും വേണ്ടി സർക്കാർ $200 മില്യൺ പുനർനിർമ്മാണ ഫണ്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നും റോഡ്രിഗസ് അറിയിച്ചു. മെക്സിക്കോ, ഖത്തർ, ബ്രസീൽ, സ്പെയിൻ, പോർച്ചുഗൽ, കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ സൈനിക ഉദ്യോഗസ്ഥർ, തിരച്ചിലിന് വേണ്ടിയുള്ള നായകൾ, തിരച്ചിൽ സംഘങ്ങൾ, മെഡിക്കൽ സാമഗ്രികൾ, വാട്ടർ പ്യൂരിഫയറുകൾ, വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടുന്നു. കാരക്കാസുകാരെ സംബന്ധിച്ച് ഇന്നലെ രാത്രി മരണത്തിന്റെ മണമായിരുന്നു. നിന്ന നിൽപ്പിൽ പലർക്കും സകലതും നഷ്ടമായി. കണ്ടു നിൽക്കെ വീടുകൾ ഉൾപ്പെടെ സർവ്വതും നിലംപൊത്തി. സംഭവിച്ചത് എന്തെന്ന് അവർ സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തും മുമ്പ് ഇരുട്ട് വീണു. ഒപ്പമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഉറ്റവർക്കും ഉടയവർക്കുമായി ഇരുട്ടിനെ വകഞ്ഞുമാറ്റി തിരച്ചിലായി. സിമന്റുകളും കല്ലുകളും നീക്കി തുടങ്ങി. റെസ്റ്റോറന്റുകളാലും കഫേകളാലും ചുറ്റപ്പെട്ട ലോസ് പാലോസ് ഗ്രാൻഡേഴ്സിലെ പെഡൂനിയ റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ 22 നില കെട്ടിടമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണത്. ടോർച്ചും വെളിച്ചത്തിനുള്ള മറ്റ് സംവിധാനങ്ങളും നന്നേ കുറവായതും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചെന്നും സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു. തുടർചലനം ഉണ്ടാകുമെന്ന ഭീതിയിൽ വെനസ്വേലക്കാരിൽ പലരും തുറസായ ഇടങ്ങളിലും തെരുവുകളിലും മറ്റുമാണ് ബുധനാഴ്ച രാത്രി കഴിച്ചുകൂട്ടിയത്. ട്രൂജില്ലോ, കരംബോംബെ, മിരാൻഡ, ലാ ഗൊറിയ എന്നീ സംസ്ഥാനങ്ങളെ ഭൂകമ്പം കാര്യമായി ബാധിച്ചു. ഇവിടെ വൈദ്യുതി മുടങ്ങി. തീരദേശ നഗരമായ മോറോമിന് പടിഞ്ഞാറ് 21 കിലോമീറ്റർ അകലെയും 22 കിലോമീറ്റർ ആഴത്തിലാണ് ആദ്യ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ഈ സ്ഥലത്ത് നിന്ന് 45 കിലോമീറ്റർ അകലെ 10 കിലോമീറ്റർ ആഴത്തിലാണ് 7.5 തീവ്രതയുള്ള രണ്ടാം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. കാര്യമായ കേടുപാടുകൾ ഉണ്ടായതിനെ തുടർന്നും കാരക്കാസിലെ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചതും അന്താരാഷ്ട്ര സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കി. 2025 ജാനുവരിയിൽ US സൈന്യം കാരക്കാസിൽ കടന്നുകയറി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടുകയും സർക്കാരിനെ അട്ടിമറിക്കുകയും ചെയ്തതോടെ വെനസ്വേല രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാജ്യം ഭൂകമ്പത്തെ നേരിടുന്നത്. ലിയോ 14 മാർപ്പാപ്പയും ആദ്യ സഹായം എന്ന നിലയിൽ €1,00,000 കൈമാറി. നിരവധി കപ്പലുകൾ അടിയന്തര സഹായ സാമഗ്രികളുമായി വെനസ്വേലയിലേക്ക് പുറപ്പെട്ടു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെനസ്വേലയ്ക്കെതിരെ തുടരുന്ന ഉപരോധം ഒക്ടോബർ 23 വരെ US നീക്കി. കൂടാതെ $150 മില്യൺ സഹായവും അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വെനസ്വേല വലിയ രാഷ്ട്രീയ അസ്ഥിരത നേരിടുന്നതിനിടെ ഭൂചലനം കൂടി സംഭവിക്കുന്നത് കഴിഞ്ഞ ജനുവരി മുതൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. നിലവിൽ അമേരിക്കൻ പിന്തുണയുള്ള ഭരണകൂടമാണ് വെനസ്വേലയിലുള്ളത്. ഈ സമാനതകളില്ലാത്ത മാനുഷിക ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ
അമേരിക്കൻ ഭരണകൂടം വെനസ്വേലയ്ക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്ത ബാധിതർക്ക് ആവശ്യമായ മരുന്നുകൾ, അടിയന്തര രക്ഷാപ്രവർത്തന സാമഗ്രികൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ എത്തിക്കുന്നതിനാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ സൈന്യം, സന്നദ്ധ സംഘടനകളും രാജ്യാന്തര റെഡ് ക്രോസും സംയുക്തമായാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒരു നൂറ്റാണ്ടിനിടെ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും ശക്തമായ ഭൂചലനം കൂടിയാണിത്. 1900-ലുണ്ടായ 7.7 തീവ്രതയുള്ള ഭൂകമ്പമാണ് രാജ്യത്ത് ഇതിനു മുൻപുണ്ടായതിൽ ഏറ്റവും ശക്തിയേറിയത്. 1997-ലുണ്ടായ ഭൂകമ്പത്തിൽ 73 പേരും 1967-ലുണ്ടായ ഭൂകമ്പത്തിൽ 236 പേരും മരിച്ചിരുന്നു. വെനസ്വേലയിൽ ഭൂകമ്പം വിതച്ച നാശനഷ്ടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന് സാധ്യമായ സഹായം എല്ലാം ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്നും വിഷമഘട്ടത്തിൽ വെനസ്വേലൻ ജനതയ്ക്കൊപ്പം ചേർന്നു നിൽക്കുന്നതായി മോദി പറഞ്ഞു. പിന്തുണയ്ക്ക് വെനസ്വേലൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് നന്ദിയും പറഞ്ഞു. ഉടനടിയുള്ള സഹായമായി 85 രക്ഷാപ്രവർത്തകരെ ഫ്രാൻസും 54 സൈനികരെ സ്പെയിനും വെനസ്വേലയിലേക്ക് അയച്ചു. യൂറോപ്യൻ സഖ്യകക്ഷികളുമായി ചേർന്ന് വെനസ്വേലൻ ജനതയ്ക്ക് കൂടുതൽ സഹായം നൽകാൻ തയ്യാറാണെന്ന് ഫ്രാൻസ് അറിയിച്ചു. ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും സഹായം എത്തിക്കുന്നതിനുമായി 6 സേനാ വിമാനങ്ങൾ അയക്കുമെന്നും ജർമ്മനി പറഞ്ഞു. വെനസ്വേലയിലെ ജനങ്ങളെ സഹായിക്കാൻ US തയ്യാറാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. അമേരിക്കയുടെ പുതിയ മഹത്തായ സുഹൃത്ത് രാജ്യമായ വെനസ്വേലയ്ക്കായി നിലകൊള്ളുമെന്നും പറഞ്ഞു. ചൈനയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ, എൽ സാൽവദോർ, ക്യൂബ, അർജന്റീന, ചിലി, കോസ്റ്ററീക്ക, യുറുഗ്വേ, എക്വഡോർ എന്നിവയും വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വെനസ്വേലയെ നടുക്കിയ ശക്തമായ ഇരട്ട ഭൂചലനങ്ങൾ ലാറ്റിൻ അമേരിക്കയെ മാത്രമല്ല ആഗോള എണ്ണ വിപണിയെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ പ്രധാന ക്രൂഡ് ഓയിൽ ഉൽപാദകരിൽ ഒന്നാണ് വെനസ്വേല. അവിടെ ഉണ്ടായിരിക്കുന്ന ഭൂചലനം എണ്ണയുടെ ഉൽപാദനത്തെയോ കയറ്റുമതിയോ ബാധിച്ചാൽ അത് ഇന്ത്യയെ പോലെ വലിയ അളവിൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. നിലവിൽ വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെട്ടതായി സ്ഥിരീകരണമില്ല. എന്നിരുന്നാലും കഴിഞ്ഞ 2 മാസത്തിനിടെ ഇന്ത്യ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചതിനാൽ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വെനസ്വേലയിൽ ഉണ്ടായിരിക്കുന്ന ഭൂചലനം എണ്ണ മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഭൂചലനത്തിൽ റിഫൈനറികൾക്കും പൈപ്പ് ലൈനുകൾക്കും തുറമുഖങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക ഉയർന്നിരുന്നുവെങ്കിലും പ്രാഥമിക റിപ്പോർട്ടുകൾ ആശ്വാസം പകരുന്നതാണ്. എണ്ണ ഉൽപാദനവും കയറ്റുമതിയും കാര്യമായി തടസ്സപ്പെട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭൂചലനത്തിൽ പ്രധാനമായും ആഘാതം ഉണ്ടായിരിക്കുന്നത് കാരക്കാസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വീടുകൾക്കും റോഡുകൾക്കും പൊതു സൗകര്യങ്ങൾക്കുമാണ്. എന്നിരുന്നാലും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലും കയറ്റുമതി സംവിധാനങ്ങളിലും വിശദമായ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. പരിശോധനകൾക്ക് ശേഷം മാത്രമേ യഥാർത്ഥ സ്ഥിതി വ്യക്തമാകൂ.